ഹായ് മക്കളെ. അപ്പോൾ +1 നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു റിയാലിറ്റിയെ കുറിച്ച് മക്കൾ ഇപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക. മറ്റൊന്നും കൊണ്ടല്ല, സാർ ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ ടീച്ചേഴ്സ് +2ലും +1ലും നിങ്ങളെ ഒരുപോലെ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ +2 സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ടൈമിലുള്ള പ്രഷർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സോ അത് നിങ്ങൾക്ക് അടുത്ത വർഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓണം എക്സാം കഴിഞ്ഞ് ഇനി ക്രിസ്മസ് എക്സാമിന് വളരെ കുറവ് ടൈം മാത്രമുള്ള, പബ്ലിക് എക്സാമിന് വളരെ കുറവ് ടൈം മാത്രമുള്ള ഈ ഒരു ടൈമിൽ മക്കളോട് ഈ കാര്യം സാർ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, മറ്റൊന്നുമല്ല. ഇതാണ് +2 സ്റ്റുഡൻസ് ഇനി പോകേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ സെപ്റ്റംബർ പകുതിയായി, ഒക്ടോബർ നവംബർ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഡിസംബറിൽ ക്രിസ്മസ് എക്സാം, അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ലാബ് എക്സാം ഉണ്ടാവും, വൈവേ കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് എന്ന റെക്കോർഡ് എഴുതാനുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് പരിപാടി റെഡി. അതിന് കഴിഞ്ഞാൽ മോഡൽ എക്സാം, അത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമും. കണ്ടല്ലോ, ജനുവരി ഫെബ്രുവരി ഒന്നും നിങ്ങൾ നോക്കുക വേണ്ട. അടുത്ത വർഷം നിങ്ങൾക്കുള്ള കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ് റെഡി, ഡിസംബർ വരെ. ആ ഡിസംബർ വരെ ഒക്കെ പറയുന്ന സമയത്ത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേ പോകും. കാരണം നമുക്കറിയാം ജൂൺ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. വെറും ഒരു 6 മാസം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ റെഡി. അപ്പോൾ +1 മാർക്ക് കുറഞ്ഞു പോയപ്പോൾ എല്ലാ മക്കളും, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് +2 ഒന്നുകൂടെ ചെയ്യാലോ, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാലോ എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. +1 തന്നെ എന്ത് ചെയ്യുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്തോളുക. ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ +2 പഠിക്കാൻ പറ്റും, അത് നിങ്ങൾ +1 ശ്രമിക്കുക. കാരണം ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എത്രത്തോളം നിങ്ങൾ ഇത്രയും എക്സാമുകൾക്കിടയിൽ ഇംപ്രൂവ്മെൻറ്റിന് കൂടെ, അതായത് ഒരു വർഷം മുൻപേ പഠിച്ചതിന് കൂടെ നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറുതായിട്ടെങ്കിലും നമുക്കെന്താ അവിടെ ഒരു പാളിച്ച വന്നാൽ, നമ്മൾ കുറച്ച് നന്നായിട്ട് ടൈം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ ഒന്ന് കൊടുത്തു പോയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഒരു വർഷം മുന്നേ പഠിച്ച കാര്യങ്ങളാണ്, മറന്നുപോയാലോ, നല്ല ടൈം എടുത്ത് വീണ്ടും പഠിക്കേണ്ടി വരും അല്ലേ. സോ അങ്ങനെ വന്നാൽ നോക്കുക, നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ടൈം പോകും റെഡി. നല്ല മാർക്ക് പബ്ലിക് എക്സാമിന് ചിലപ്പം കുറഞ്ഞു പോകും, ഇവിടെ ചിലപ്പോൾ മാർക്ക് കൂടുമ്പോൾ ഇവിടെ കുറഞ്ഞു പോകും. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈക്വലാണ്, അതിൻ്റെ എഫക്റ്റ് ഈക്വലാണ് അല്ലേ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ വർഷം തന്നെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് ഈ വർഷം തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിച്ചേ പറ്റൂ. ഓക്കെ റെഡി. ഇനിയിപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ റെഡി. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, എന്ത് ചെയ്യുക, ഈ വർഷം തന്നെ നന്നായിട്ട് പഠിക്കുക, മാക്സിമം എത്രത്തോളം മാർക്ക്, ഫുൾ മാർക്ക് എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിന് മാത്രം നിങ്ങൾ ഈ വർഷം എഫേർട്ട് ഇടുക. ഒരിക്കലും അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ റിയാലിറ്റി മനസ്സിലാക്കുക. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം കഴിഞ്ഞ് ഏകദേശം ക്രിസ്മസ് എക്സാം വരും. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ലാബ് എക്സാം, റെക്കോർഡ്, വൈവേ, അത് കഴിഞ്ഞാൽ മോഡൽ എക്സാം, പിന്നെ പബ്ലിക് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒരുമിച്ച് വരിക. എത്രയൊക്കെയാണ് നിങ്ങൾ പഠിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചു റെഡി. അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കാതിരിക്കുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും ആരും നിൽക്കാൻ പാടില്ല. ഈ വർഷം തന്നെ പഠിക്കാനുള്ളതൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ഈ റിയാലിറ്റി മക്കൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാർ ഈ ഒരു വീഡിയോ ഈ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയും ടൈമുണ്ട്, നന്നായിട്ട് തന്നെ പഠിച്ച് പോകാനുള്ള ടൈമുണ്ട്, മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഈ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, ഓണം എക്സാം ക്രിസ്മസ് എക്സാം തൊട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ക്രിസ്മസ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ 3799 മക്കൾക്ക് ഇപ്പോൾ നമ്മുടെ ബാച്ച് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് റെഡി. അപ്പോൾ ഇനിയിപ്പോൾ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന ലൈവുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് വീണ്ടും കാണാം. ബൈ.